ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര പതിയെ ഈശ്വരമംഗലത്തോട്ട് കയറാൻ നോക്കുകയാണ് കേട്ടോ. ആരും അവിടെ ഉണ്ടാവരുത്, തൻ്റെ കൺമുന്നിൽ ആരും പരിഹസിക്കാനായി എത്തരുത് എന്ന ആ പ്രതീക്ഷയോടുകൂടി വസുന്ധര കയറുമ്പോൾ പിറകിൽ നിന്ന് കാണാൻ ഇങ്ങനെ പാറു വിളിക്കുന്നു കേട്ടോ. പാറുവിൻ്റെ വിളി കേൾക്കുമ്പോൾ വസുന്ധര ആകെ കിടുങ്ങി പോവാണ്. അങ്ങനെ വസുന്ധര പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ പാറുവിനെ കാണുന്നു. എന്താ വസു, ആരോടൊന്നും മിണ്ടാതെ റൂമിലോട്ട് പോകാനുള്ള പരിപാടിയാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ ശരിക്കും ഉത്തരം മുട്ടിയിട്ടോ. താൻ എന്തുത്തരമാണ് അവിടെ പറയേണ്ടതെന്നറിയാതെ വസു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം പാറു പറയണേ, അതേ പന്തയത്തിൽ പങ്കെടുത്ത് ഇനിയിപ്പോൾ വീട് വിട്ട് ഇറങ്ങണമെന്ന് കരുതിയിട്ടാണോ വസു നീ ആരോടും മിണ്ടാതെ പോകുന്നത്? ഇത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് നാല് പറയണമെന്നുണ്ട്. പക്ഷെ തൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ഒരിക്കലും ഇവിടെ നിന്ന് താൻ ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വസുന്ധര ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ നിധിയും പാറുവുമായി സംസാരിക്കുകയാണ്. നിധി ഇങ്ങനെ പാറുവിനോട് വന്നിട്ട് പറയാണ്, അമ്മയോടൊരു കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതെന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ, അതെ നാളെ നിർമ്മലാമ്മയെ ഡിസ്ചാർജ് ചെയ്യാണ്. അപ്പോൾ നിർമ്മലാമ്മയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരണമെന്ന എൻ്റെ ആഗ്രഹം. അത് കേൾക്കുന്നതിനോടുകൂടി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ പാറു. ഒരിക്കലും അത് നടക്കില്ല. ഞാൻ പേടിക്കുന്ന ആ ഒരു സത്യം എൻ്റെ മകൻ അറിയും. അത് ഉണ്ടാവാൻ പാടില്ലെന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന നിധി പറയാണ്, നിർമ്മലാമ്മക്ക് ഇപ്പോൾ ഒരാളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിർമ്മലാമ്മയെ തനിയെ വിടാൻ പറ്റില്ല അമ്മേ. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഞാൻ നിർമ്മലാമ്മയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. അത് കേൾക്കുന്നതിനോടുകൂടി നീ എന്ത് തന്നെ പറഞ്ഞാലും ശരിയെന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി, എൻ്റെ മകൻ്റെ അരികിലോട്ട് അവൻ്റെ സ്വന്തം അമ്മയായ, അവനെ പ്രസവിച്ച അമ്മയായ അവരെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അത് കേൾക്കുന്നതിനോടുകൂടി നിധി പറയണേ, അമ്മേ ഞാനൊന്ന് പറയട്ടെ, അവരുടെ സ്വന്തം മകനാണ് അവരുടെ കൺമുന്നിൽ നിൽക്കുന്നത്. അത് നിർമ്മലാമ്മക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അവർ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല. അവർക്ക് താമസിക്കാൻ ഒരു ഇടമില്ല. അവരെ താമസിക്കാൻ ഒരു ഇടമില്ലാഞ്ഞിട്ടല്ല, ഇടം എവിടെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അത് കേൾക്കുന്ന പാറു പറയണേ, അവർക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കാൻ ഒരു ഇടം ഉണ്ടാക്കി കൊടുത്താൽ പോരെ. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ദൈവത്തിനോട് അമ്മ ഒരു ഉത്തരം പറയണം. ഗൗതമിൻ്റെ സ്വന്തം അമ്മയാണ്. അവരവിടെയും ഇവിടെയും താമസിച്ച് മരിക്കേണ്ടവരാണോ? അവരുടെ അസുഖം അത്രയും ക്രിട്ടിക്കലാണ്. അവരുടെ ശരീരത്തിന് അത്രയും ക്ഷീണിതയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ നോക്കുന്നത് പോലെ അവരെ ഞാൻ നോക്കണ്ടേ? അമ്മ ചിന്തിച്ച് നോക്കുക. അമ്മക്ക് മറ്റുള്ള മക്കളുള്ളതുപോലെ ഈ നിർമ്മലാമ്മക്ക് വേറെ മക്കളുണ്ടോ? ഞങ്ങൾ അമ്മയെ ഉപേക്ഷിച്ച് പോയാൽ എത്രമാത്രം വേദനയുണ്ടാവും. അതൊക്കെ എന്താ അമ്മ ചിന്തിക്കാത്തത്? നീ എന്ത് പറഞ്ഞാലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എൻ്റെ ഗൗതം എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞാൽ പിന്നീട് എനിക്ക് താങ്ങില്ല. എനിക്ക് പിന്നീട് മരണമായിരിക്കും എൻ്റെ ഉള്ളിലുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണ, ഒരിക്കലും ആരും ആരോടും സത്യങ്ങൾ തുറന്ന് പറയാൻ പോകുന്നില്ല അമ്മേ. നിർമ്മലാമ്മ ഇവിടെ വന്ന് നിന്നോട്ടെ. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഗൗതമിൻ്റെ സ്നേഹവും അവർ അറിഞ്ഞോ അറിയാതെയൊക്കെ അവർക്ക് കിട്ടിയും അവരെ അങ്ങനെ കണ്ണടച്ചോട്ടെ. അതിനെ അമ്മ അനുവദിക്കണം. അത് ചെയ്തില്ല എങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഗൗതം ഈ സത്യങ്ങൾ അറിയുമ്പോൾ അമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ വെറുക്കുക എന്ന് പറയാനേട്ടോ. ഇത് കേൾക്കുന്ന പാറുവിന് തിരിച്ചൊരു മറുപടി പറയാനില്ല. അതിലൊരു സത്യമുണ്ടെന്ന് പാറുവിന് മനസ്സിലാവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി. ഇവരെല്ലാവരും കൂടി പ്രണവിനെയും കൂട്ടിയിട്ട് എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഇനി പേരിടണമല്ലോ. അതായത് ഈ അനാഥ മന്ദിരത്തിന് എന്താണ് പേരിടേണ്ടതെന്നൊരു തീരുമാനം ഇവർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയം ഇവരെല്ലാവരും ആ ഒരു ആധാരം എടുത്തിട്ട് നമുക്കിത് എന്തായാലും അർച്ചന കഴിപ്പിക്കുന്നതിന് വേണ്ട വഴിപാടുകൾ ചെയ്യാൻ നമുക്ക് അമ്പലത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് 4 പേരും പോകാൻ നിൽക്കുമ്പോൾ അവിടെ ഒന്നും വസുന്ധരയെ കാണാനില്ല. അപ്പോൾ ഉടൻ തന്നെ നിധി ചോദിക്കുക, എന്താ അമ്മേ വസുന്ധര ആൻറ്റി എങ്ങോട്ടാണ് പോയതെന്ന് പറയുമ്പോൾ വസുന്ധര അതായി ഇറങ്ങി വരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. വസുന്ധരയുടെ കയ്യിലൊരു പെട്ടിയൊക്കെ ഉണ്ടാവും. അത് കാണുന്നതിനോടുകൂടി വസുന്ധര ഉടൻ തന്നെ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത്. നല്ല കലിപ്പിലാണ് വസുന്ധര വരുന്നത്. അപ്പോൾ നിധി ചോദിക്കുക, വസുന്ധര ആൻറ്റി നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? എന്താ ഒരു പെട്ടിയൊക്കെ ഉണ്ടല്ലോ. അത് കേട്ടോടെ തന്നെ പാറു പറയുന്നത്, ശരിയാണല്ലോ വസു, നിൻ്റെ കയ്യിൽ എന്താ ഒരു പെട്ടി? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഒരു പന്തയത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തോൽവി ആർക്കാണോ അവരത് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോവാന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പാറു പറയണേ, ഇന്നലെ ഞാൻ നിന്നെ കളിയാക്കിയത് കൊണ്ടാണോ? ഞാൻ ചുമ്മാ പറയുന്നതാ വസു. നമ്മുടെ കുടുംബമല്ലേ ജയിച്ചിരിക്കുന്നത്, കൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാ.
വസു എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ല, ഇവളുള്ള വീട്ടിൽ ഞാൻ ഒരിക്കലും നിൽക്കില്ല. അപ്പം നിധി പറയാണ്, എൻ്റെ ആൻറ്റി, ഞാനൊരു പന്തയം നമ്മൾ വെല്ലുവിളി ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെ, പക്ഷേ ആൻറ്റിക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോഴേക്കും അവിടെ പാറു ഇടപെടാൻ, ശരിയാണ് വസു, നീ ഒന്ന് ചിന്തിക്ക്, നിൻ്റെ മകനല്ലേ വിജയിച്ചിരിക്കുന്നത്, നിൻ്റെ മകനും മരുമകളല്ലേ വിജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ, ഇവൻ എൻ്റെ മകനാണ്, ഇവൻ വിജയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷേ ഇവൾക്കൊപ്പം നിന്ന് ഇവൾ വിജയിക്കുമ്പോൾ എനിക്കത് സങ്കടമാണ്. അതുകൊണ്ട് തന്നെ ഇവളുള്ള വീട്ടിൽ എനിക്കൊരിക്കലും നിൽക്കാൻ കഴിയില്ല, ഇവളുള്ള വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് വസു ഇറങ്ങുമ്പോൾ അവിടെ ഗൗതം വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, ഇറങ്ങണ്ട നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയം നിധി പറയണേ, ആൻറ്റി, നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു ആധാരം പൂജിക്കാൻ വേണ്ടിയാണ്, അതിന് നല്ലൊരു പേരിടണ്ടേ, അപ്പോൾ ആൻറ്റിയും കൂടെ വായോ, ആൻറ്റിയോട് എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല, ഈ ഒരു സ്ഥലത്ത് നല്ലൊരു അനാഥ മന്ദിരം തുടങ്ങണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ CKCക്ക് വിട്ടുകൊടുക്കാതെ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആധാരം എടുത്ത് വലിച്ചെറിയണം കേട്ടോ. എടി, നീ ഇവിടെയുണ്ടോ, അന്ന് നീ ഇവിടെ എത്ര നാളുണ്ടോ അത്രയും നാൾ ഞാൻ ഈ വീട്ടിലോട്ട് വരില്ല, ഇനി വസു ഈ വീട്ടിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും നീ പടിയിറങ്ങണം, എങ്കിൽ മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറുള്ളൂ, നിന്നെ പടിയിറക്കാനുള്ള വഴികളൊക്കെ എന്തെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വസുന്ധര അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം എന്ത് പറഞ്ഞിട്ടെന്താ, അവർ തന്നെ എന്നുള്ള ആ മനോഭാവത്തിൽ ഗൗതം നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതേ സമയം പാറു പറയുന്നുണ്ട്, നല്ലൊരു ദിവസമായിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി പോകാൻ നിൽക്കുമ്പോൾ വസുവിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണമാണല്ലോ എന്ന് പറയുമ്പോൾ പ്രണവ് പറയും, അവരുടെ സ്വഭാവം എന്നും ഒരേപോലെ തന്നെ കൊണ്ടു നടക്കുള്ളൂ, നമുക്ക് എന്തായാലും ചെയ്യാനുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം പൂജാരി ചോദിക്കുകയാണ്, ആരുടെ പേരിനാണ് അർച്ചന ചെയ്യിപ്പിക്കേണ്ടത്, ആരുടെ പേരാണ് ഈ ഒരു അനാഥമന്ദിരത്തിൽ ഇടാൻ പോകുന്നത്, അവരെ വെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അത് പറയുമ്പോൾ പാറുവിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഗൗതമിനോട് ചോദിക്കുമ്പോൾ ഗൗതമിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. നിധിയുടെ പേരാ. അപ്പോൾ നിധി പറയുന്നത് ഗൗതമിൻ്റെ അല്ല, അത് വേണ്ട, അമ്മയുടെ. അങ്ങനെ ഓരോരുത്തരുടെ പേര് മാറി മാറി പറയുമ്പോൾ പ്രണവും ഇത് തന്നെ ആവർത്തിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ പാറു പറയും, ശരി, നമുക്കൊരു തീരുമാനം എടുക്കാം, നറുക്കിടാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ 3 ആളുടെയും പേരെഴുതണം കേട്ടോ. അങ്ങനെ 3 മക്കളുടെയും പേരെഴുതി പാറു തന്നെ ആ ഒരു അർച്ചന തട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ട്, എൻ്റെ കൈ വല്ലാതെ വലിക്കുന്നു, ഈ അർച്ചനത്തട്ടുമായി പിടിച്ചു നിൽക്കാൻ നിങ്ങളൊരു തീരുമാനത്തിലെത്തും. പറഞ്ഞല്ലോ, ഈ അർച്ചനത്തട്ടിലുള്ള 3 പേരുടെയും പേര് പൂജിച്ചോളൂ, അത് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിൽ നിന്നും എടുത്തോളാം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പൂജാരി പൂജിക്കാൻ വേണ്ടി ഈ ഒരു അർച്ചനത്തട്ടുമായി പോയി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പ്രസാദവുമായി പൂജാരി വരികയാണ്. അപ്പോൾ ഈ സമയം പൂജാരി പറയുന്നുണ്ട്, എന്തായാലും ഒരു കന്യകയായിരിക്കണം ഈ അർച്ചനത്തട്ടിലുള്ള ഈ പേരെടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം പ്രണവ് പറയട്ടെ, എവിടുന്ന് കന്യകയെ കിട്ടാനാണ്, ഇപ്പോൾ എവിടെ പോകാനാണ് കന്യക, നിധി ചേച്ചി തന്നെ അങ്ങോട്ട് എടുത്തോ. അപ്പം നിധി പറയുന്നത്, ഞാനതിന് കന്യകയല്ലല്ലോ, വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ കിട്ടണ്ടേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പാറു പറയാം, അതിനിപ്പോൾ ഇനി എങ്ങോട്ടാണ് പോവുക, അതിനധികമൊന്നും പോകണ്ട, വരുന്ന നമ്മുടെ ഐശ്വര്യ എന്ന് പറയുമ്പോൾ പ്രണവിൻ്റെ കണ്ണ് പിന്നീട് പറയാനില്ല. പ്രണവ് അത്രയും സന്തോഷത്തോടു കൂടി ആ പെണ്ണിനെ തന്നെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഉടൻ തന്നെ പാറു, പ്രണവേ, ഞങ്ങളിവിടെയൊക്കെ ഉണ്ടോയെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്.